ഒരു സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപികയുടെ വോളിയം സർഫസ് ഏരിയയും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഈ സ്ക്വയർ പിരമിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് സ്ക്വയർ ആയിരിക്കും. എല്ലാ സ്തൂപികകളുടെയും വോളിയം കാണാനുള്ള ഇക്വേഷനാണ് 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് ഏരിയ എന്ന് പറയുന്നത് A² ആണ്. അപ്പോൾ വോളിയം 1/3 A² H. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് A² + ½ 4A × L. ഇവിടെ ഇത് കട്ട് ചെയ്ത് കളയാം, 2 എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് A² + 2AL ആണ്. ഇതിൽ ഈ 2AL എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 4 സൈഡിലുള്ള ട്രയാങ്കിൾസിൻ്റെ ഏരിയ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ. ഈ വോളിയം സർഫസ് ഏരിയ ഒക്കെ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ എച്ചും എല്ലിൻ്റെയും വാല്യൂ ഒന്നും നേരിട്ട് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കത് വേറെ ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കണം. നമുക്കത് നോക്കി നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. പിരമിഡിൽ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പിരമിഡിൻ്റെ ടോപ്പിൽ നിന്നും ഇതിൻ്റെ ബേസിലുള്ള റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റേക്ക് വരയ്ക്കുന്നതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇത് ഈ പിരമിഡിൻ്റെ ഉൾഭാഗത്തായിരിക്കും. ഇനി ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് A/2 ആയിരിക്കും. ഇതിൻ്റെ ഹൈപ്പോട്ടനസ് അഥവാ കർണം ആണ് L. ഇത് ഈ പിരമിഡിൻ്റെ ടോപ്പിൽ നിന്നും ഈ സൈഡിലുള്ള ട്രയാങ്കിളിൻ്റെ സർഫസിലൂടെ താഴോട്ട് വരയ്ക്കുന്ന ലൈനാണ്. ഈ ട്രയാങ്കിളിൽ നിന്ന് L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. L² = H² + A/2². ഇവിടെ വരച്ചേക്കുന്നത് സ്ക്വയർ പിരമിഡ് നിവർത്തി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ഈ ലെങ്ത്ത് L ആണ്, ഇത് A/2. ഇതിന് നമുക്ക് E എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ട്രയാങ്കിള് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇത് 90 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം ഇതിൽ E² = L² + A/2². ഇനി ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് H ആയിരിക്കും. ബേസ് എന്ന് പറയുന്നത് ഈ താഴെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിൻ്റെ ഹാഫ് ആയിരിക്കും, D/2. ഇനി ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് E ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. സ്ക്വയർ = H² + D/2². അപ്പോൾ ഇതാണ് പിരമിഡിൻ്റെ വോളിയം സർഫസ് ഏരിയയും കാണാനുള്ള ഇക്വേഷൻസ്. ഇനി ഇതിൽ ഏതെങ്കിലും വാല്യൂസ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് വാല്യൂസ് കണ്ടുപിടിക്കാം. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, L എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ സൈഡിലുള്ള ട്രയാങ്കിളിൻ്റെ സർഫസിൻ്റെ സെൻറ്ററിലൂടെയുള്ള ലെങ്ത്താണ് L എന്ന് പറയുന്നത്. E എന്ന് പറയുന്നത് ഈ എഡ്ജിലുള്ള ലൈനാണ് E. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ബേസ് ലെങ്ത്ത് 8 സെൻറ്റിമീറ്ററും ഹൈറ്റ് 12 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 A² H. അപ്പോൾ ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. 1/3 Aയുടെ വാല്യൂ 8 സെൻറ്റിമീറ്റർ, H 12 സെൻറ്റിമീറ്റർ. അപ്പോൾ 1/3 64 × 12. ഇത് കട്ട് ചെയ്ത് പോവും 4. അപ്പോൾ ആൻസർ 256 cm3. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ബേസ് ലെങ്ത്ത് 6 സെൻറ്റിമീറ്ററും L 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A² + 2AL. ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. A 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 × A എന്ന് പറയുന്നത് 6, L 5 സെൻറ്റിമീറ്റർ, 36 + 60. ഇതിൽ A² എന്ന് പറയുന്നത് ബേസ് ഏരിയ ആണ്. അപ്പോൾ ബേസ് ഏരിയ 36. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ ആണ് 2AL. അപ്പോൾ ഇതാണ് ലാറ്ററൽ സർഫസ് ഏരിയ 60 cm². രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും, അതായത് 96 cm².